ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇത് യൂട്യൂബിലിടും, കുഴപ്പമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഓക്കെ, നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും. ഓക്കെ, ഈ ഒരു 15 മിനിറ്റിൻ്റെ നമ്മൾ ഈ കൺവെർസേഷനിൽ നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന എന്താണ് കാര്യം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ പറയാൻ പറ്റുമോ? പറയാം. എന്തായിരുന്നു? ഞാൻ ഒരു കോളേജിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ കേട്ടില്ല, ഇല്ല, നിങ്ങളുടെ വോയിസ് ക്ലിയർ ഇല്ല. ഞാനൊരു പോളിടെക്നിക് കോളേജിൽ വർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഒരു ലാബ് സ്റ്റാഫ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. കൂടെ ഒരു ചെറിയ ബിസിനസ് റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ജീവിതത്തിൽ ഒരു അച്ചടക്കം കൊണ്ടുവരാൻ എനിക്ക് കഴിയുന്നില്ല, എത്ര ശ്രമിച്ചു. അത് കാരണം എല്ലായിടത്തും ഭയങ്കര മെച്ചപ്പെടാൻ ഭയങ്കര പ്രയാസം. ഓക്കെ, ഡെവലപ്മെന്റ് വരുന്നില്ല. റൈറ്റ്. അപ്പോൾ ഇപ്പം ഞാൻ കേട്ടത് നിങ്ങൾ ഒരു ഏതാണ്, ഒരു പോളിടെക്നിക്, നിങ്ങളുടെ പേര് പോളിടെക്നിക് ഏതാണെന്നൊന്നും പറയരുത് കേട്ടോ. എവിടെ പറയണ്ട എനിക്ക്. ഓക്കെ, നിങ്ങൾ ആരാ പേരും ഒന്നും പറയണ്ട, ഞാൻ കേട്ടിട്ടുമില്ല. അപ്പോൾ നിങ്ങൾ ഏതൊരു അക്കാഡമിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അത് കൂടാതെ നിങ്ങളൊരു ബിസിനസ്സും ഉണ്ട്. പക്ഷെ നിങ്ങൾ ഡിസിപ്ലിൻ ഇല്ലാത്ത കാരണം നിങ്ങൾക്ക് ഗ്രോത്ത് ഇല്ല, ഡെവലപ്മെന്റ് ഇല്ല. ശരിയല്ലേ? ഓക്കെ, ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് ഡിസിപ്ലിൻ കുറവുള്ളത്? നിങ്ങൾ ഭക്ഷണം തിന്നുന്ന കാര്യത്തിൽ ഡിസിപ്ലിൻ കുറവുണ്ടോ? കുറവാണ്. അപ്പോൾ ഒരേ സമയത്തായിരിക്കുമല്ലോ ഭക്ഷണം കഴിക്കല്. ഉറക്കത്തിന്റെ കാര്യത്തിൽ ഡിസിപ്ലിൻ കുറവുണ്ടോ? കൃത്യം ഉറങ്ങോ? അതും വ്യത്യാസമുണ്ട്. അപ്പൊ ഏതൊരു ഡിസിപ്ലിൻ, അപ്പൊ നിങ്ങളുടെ ജീവിതം മൊത്തം അൺഡിസിപ്ലിൻഡാ അല്ല ഇൻഡിസിപ്ലിൻഡ് ആണ്, ശരിയാണോ? അങ്ങനെ പറയാം. 0 to 10 എത്ര ഇൻഡിസിപ്ലിൻഡ് ആണ് നിങ്ങൾ? ഒരു 7 ഇൻഡിസിപ്ലിൻഡ്. അപ്പൊ ഏകദേശം ഒരു 3 ഏരിയ മാത്രം ഡിസിപ്ലിൻ ആയിട്ട് ചെയ്യണത്, ശരിയല്ലേ? ആ 3% ഏതൊക്കെ കാര്യങ്ങളാണ് ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യുന്നത്? ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളില്ലാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു 3 കാര്യങ്ങൾ. 3 ഇല്ലെങ്കിൽ 2, 2 ഇല്ലെങ്കിൽ 1 എങ്കിലും പറയാം. കുട്ടികളെ കാര്യങ്ങൾ ഞാൻ നന്നായി ശ്രദ്ധിക്കാറുണ്ട്. കുട്ടികൾ എന്ന് വെച്ചാൽ നിങ്ങളെ കുട്ടികളാണോ, നിങ്ങൾ സ്റ്റുഡൻസ് ആണോ? സ്വന്തം കുട്ടികൾ. ആ കാര്യത്തിൽ എങ്ങനെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവരെ ഭക്ഷണ കാര്യങ്ങള്, പിന്നെ അവരെ കുട്ടികള് അവരെങ്ങനെ നോക്കണം എന്നുള്ള കാര്യത്തിൽ ഞാൻ കൂടുതൽ പഠിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും ശ്രമിക്കാറുണ്ട്. ഓക്കെ, ശ്രമിക്കാറുണ്ട്, ചെയ്യാറില്ല, പക്ഷെ ശ്രമിക്കാറേ ഉള്ളൂ. ചെയ്യാറുണ്ട്. ഓക്കെ, എത്ര വയസ്സുള്ള കുട്ടികളാണ്? ഒരാൾക്ക് 2 വയസ്സും ഒരാൾക്ക് 4 വയസ്സും. ഓക്കെ, ഈ 4 വയസ്സുള്ള കുട്ടി ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഒരു 14 വയസ്സൊക്കെ വരുമ്പം ആ കുട്ടി മര്യാദക്ക് കിടന്ന് ഉറങ്ങില്ല. ആ കുട്ടി ഇഷ്ടം പോലെ ടിവിയും വീഡിയോയും യൂട്യൂബ് ഉണ്ടെങ്കിൽ ആ യൂട്യൂബ് വാച്ച് ചെയ്യുന്ന കുട്ടിയാണ്. കൂട്ടുകാരൊപ്പം പോയി വരുന്ന കുട്ടിയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ആ കുട്ടീനെ ഉപദേശിക്കാനുള്ള വല്ല എന്താണ് അതിനുള്ള അവകാശം ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടാവില്ല. ഉറപ്പല്ലേ? കാരണം ആ കുട്ടി തിരിഞ്ഞ് നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും ചോദിക്കും, നിങ്ങൾ ചെയ്യണില്ലല്ലോ പിന്നെ ഞാൻ എന്തിനാ ചെയ്യണത് ചോദിക്കൂലേ? അപ്പോൾ നിങ്ങൾക്ക് തോന്നൂല നിങ്ങളായിരിക്കണം ഏറ്റവും നല്ല ഹീറോ, നിങ്ങളുടെ മക്കൾക്ക് ഏറ്റവും വലിയ ഹീറോ ലോകത്ത് തന്നെ നിങ്ങളായിരിക്കണ്ടേ? അപ്പോൾ ആ ഹീറോ തന്നെ ഇൻഡിസിപ്ലിൻഡ് ആണെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ഡിസിപ്ലിൻഡ് ആണ്. ഇപ്പം ആ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ഇന്ന് ഡിസിപ്ലിനാണ്. കുട്ടികൾ ഭക്ഷണം കഴിക്കണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. ആ കുട്ടികൾ നാളെ നിങ്ങളോട് ചോദ്യം ചോദിക്കാതെ ഇരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ചും കൂടി ഡിസിപ്ലിൻ ആയിക്കൂടെ? ജീവിതത്തിൽ കാരണം അവർക്ക് റോൾ മോഡൽ വേണ്ടേ? കണ്ടിട്ട് വേണ്ടേ അവർ പഠിക്കാനേ? അവർ കാണുന്നതല്ലേ പഠിക്കുള്ളൂ, ശരിയല്ലേ? അല്ലെ? എനിക്കറിയില്ല കേട്ടോ, എനിക്കറിയില്ല. കാരണം എനിക്കൊന്നും അറിയില്ല. നിങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരം ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തോട് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ എന്താണ് ഒരു മാറ്റം വരുത്താൻ പറ്റുക?
ഒരു മാറ്റം എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? ഒരുപാട് നേരത്തെ എണീക്കും. ഓക്കെ. ഇപ്പം എത്ര മണിക്ക് എണീക്കണം? ഒരു കറക്റ്റ് സമയമില്ല. ചിലപ്പോൾ 5 മണിക്ക് എണീക്കും, ചിലപ്പോൾ 6 മണിക്ക് എണീക്കും, ഓക്കെ. ചിലപ്പോൾ 7 മണിയാവും. എത്ര മണിക്കാണ് ശരിക്കും എണീക്കേണ്ടത്? എണീറ്റിട്ട് വല്ല കാര്യം ചെയ്യാണ്ടോ നിങ്ങൾക്ക്? എനിക്ക് എണീറ്റിട്ട് പ്രാർത്ഥിക്കാനുണ്ടാവും, പിന്നെ വ്യായാമം ചെയ്യണം. എനിക്കറിയില്ല, പ്രാർത്ഥനയ്ക്ക് വല്ല ടൈം വല്ലതും ഉണ്ടോ? എനിക്കറിയില്ല, നിങ്ങൾ പറയാം. രാവിലെ ഇത്ര ഇത്ര എണീറ്റിട്ട് ഇത്ര പ്രാർത്ഥിക്കും. ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കണം വല്ലതും ഉണ്ടോ? എനിക്കറിയില്ല, നിങ്ങൾ പറയാം. നേരത്തെ എണീറ്റ് പ്രാർത്ഥിക്കുമ്പോൾ മാനസികമായിട്ടൊന്നും ഓക്കെ. സാറ്റിസ്ഫാക്ഷൻ കിട്ടും. എത്ര മണിക്കാണ് നിങ്ങൾ ശരിക്കും ഉദ്ദേശിക്കണം? ഇനി നാളെ മുതൽ എനിക്ക് ഇത്ര ടൈമിന് എണീറ്റിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ പറഞ്ഞു രാവിലെ എണീറ്റ് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നല്ലതെന്ന് പറഞ്ഞു. എത്ര മണിക്കാണ് ശരിക്കും എണീറ്റ് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇതുള്ളത്? നിങ്ങൾക്ക് തോന്നണം ഇത്ര മണിക്ക് എണീക്കണം? ആഗ്രഹം എന്ന് പറയുന്നത് 4:30. നിങ്ങൾക്ക് ആഗ്രഹം 4:30. ഇപ്പോൾ എത്ര മണിക്കാണ് എണീക്കണത്? ഇപ്പൊ ഒരു കൃത്യമായ സമയമില്ല. ചിലപ്പോ 5 മണിക്ക് എണീക്കും, 6 മണിക്ക് എണീക്കും, 7 മണിക്കും എണീക്കും ചിലപ്പോൾ. ഓക്കെ. അപ്പം ഇത് എണീക്കാത്ത കാരണം നിങ്ങൾ രാത്രി നേരം വൈകി കിടക്കണ കാരണമാണോ എണീക്കാത്ത, അല്ലെങ്കിൽ ഉറക്കം നിങ്ങളുടെ പിടിച്ചു നിർത്തണമാണോ? നേരത്തെ കിടക്കുന്ന ഒരു കാരണമാണ്. പക്ഷെ ഈ കുറച്ച് നേരത്തെ കിടന്നാലും രാവിലെ എണീക്കാൻ ഇപ്പൊ രാത്രി കിടക്കുമ്പോൾ എന്റെ മൈൻഡ് വളരെ ഉഷാറായിരിക്കും. നേരത്തെ എണീക്കണം, നല്ല ഉഷാറിൽ കിടത്തിട്ട് എണീക്കുന്ന സമയത്ത് മൈൻഡ് വളരെ ഡൗൺ ആയിരിക്കും. അങ്ങനെ വലിയൊരു എനർജി ഒന്നും ഇല്ലാത്ത രീതിയിലായിരിക്കും. അത് ഡൗൺ ആവാനുള്ള കാരണം നിങ്ങൾക്ക് അതിനോട് പാഷൻ ഇല്ലാത്ത കാരണമല്ലേ? പാഷൻ ഇല്ലാത്ത കാരണമല്ലേ നിങ്ങൾ ഡൗൺ ആയിട്ട്? അതേ സമയത്ത് നിങ്ങൾ വർക്കിംഗ് ഡേയ്സ് ഏതൊക്കെ ഡേ ആണ്? ശനിയും ഞായറല്ലാത്ത ദിവസമൊക്കെ വർക്കിംഗ് ഡേയ്സ് ഓക്കെ. ആണ്. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ആ പാഷൻ ഉണ്ടോ? നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ അക്കാഡമിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ആ പാഷൻ ഉണ്ടോ? പഠിപ്പിക്കാനുള്ള പാഷന്, പോകാനുള്ള പാഷന്, കറക്റ്റ് ടൈമിന് എത്താനുള്ള പാഷൻ അതുണ്ട്. എന്നാലും ഞാനൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് സ്ഥാപനത്തിൽ എത്താറുള്ളത്. ഓക്കെ. അത് നിങ്ങളുടെ സ്ഥാപനം നല്ലൊരു സ്ഥാപനമായ കാര്യം നിങ്ങൾ പിടിച്ചു നിർത്തുന്നത്. എൻ്റെ സ്ഥാപനം നിങ്ങൾക്ക് 2 or 3 ദിവസത്തിന് മേലെ നിങ്ങളെ ഞാൻ എടുക്കില്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? കാരണം ഞാൻ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളാണ്, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളാണ്, എക്സ്ട്രാ ഡിസിപ്ലിൻഡാണ് ഞാൻ. അപ്പം എൻ്റെ ടീമിലൊരാൾ ഇൻഡിസിപ്ലിൻ ആണെങ്കിൽ വാല്യൂസും ചേർന്ന് പോയില്ല. അപ്പോൾ എൻ്റെ ടീമിലാണെങ്കിൽ നിങ്ങളൊരു 3 ദിവസത്തിന് മേലെ ഉണ്ടാവില്ല, എൻ്റെ ടീമിലേ ഉണ്ടാവില്ല നിങ്ങൾ. പക്ഷേ ഭാഗ്യമാണ് നിങ്ങൾക്ക്, കാരണം നിങ്ങൾ പറഞ്ഞ് മിക്കവാറും ദിവസം ലേറ്റായി ചെല്ലുന്നത് വെച്ചാൽ നിങ്ങളുടെ ഓർഗനൈസേഷൻ ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ എനിക്കറിയില്ല. അതുകൊണ്ട് അവർ സഹിക്കേണ്ട, അവർക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ അത് നിങ്ങൾക്ക് നല്ലതാണോ അല്ലെങ്കിൽ ദോഷമാണോ? ഉറപ്പുണ്ട്. പക്ഷെ ബോധ്യം ഉണ്ടായിട്ട് ഇപ്പം നിങ്ങൾ ചിലപ്പം എനിക്ക് നിങ്ങളെ ഇതൊന്നും അറിയില്ല, സ്ട്രക്ചറോ നിങ്ങളുടെ ഫിസിക് എത്ര എന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ എത്ര വെയിറ്റ് ഉണ്ട്? എത്ര 48 kg. ഓക്കെ. അതേപോലെ തന്നെ വല്ല ഡോക്ടർ പറയും നിങ്ങൾ ഇതിനേക്കാൾ കുറഞ്ഞാൽ നിങ്ങൾ കാര്യം പോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു കുറച്ച് മസിലൊക്കെ ബിൽഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാര്യം പോക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ആ സമയത്ത് അതായിരിക്കും നിങ്ങളുടെ മോട്ടിവേഷൻ, പോയിട്ട് ജിമ്മിൽ പോയിട്ട് കുറച്ച് മസിലൊക്കെ ഡെവലപ്പ് ചെയ്യും. ആരെങ്കിലും കറക്റ്റായിട്ട് പറഞ്ഞാൽ മാത്രമേ ചെയ്യുള്ളൂ, അല്ലേ? ഡോക്ടേഴ്സൊക്കെ പറഞ്ഞാലും ചിലർ ആക്ഷൻ എടുക്കാം, അല്ലേ? നിങ്ങളുടെ കാര്യത്തിലല്ല ഞാൻ പറയാം, നോർമലി. ഇതേപോലെ തന്നെ നിങ്ങൾ ചോദിക്കേണ്ടത് ഒരു ചോദ്യം, നിങ്ങൾക്ക് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും, അല്ലെങ്കിൽ കുറച്ചെങ്കിലും നിങ്ങൾക്കൊരു എനർജി ഉണ്ടാവും നിങ്ങൾ പറയേണ്ടത്, ശരിയല്ലേ? നിങ്ങൾക്ക് പാഷൻ ഇല്ലാത്ത കാര്യം, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള പാഷൻ ഇല്ല, എണീക്കാനുള്ള പാഷൻ ഇല്ല, അതുകൊണ്ടാണ് നിങ്ങൾ കിടന്നുറങ്ങുന്നത്, ശരിയല്ലേ? അപ്പോൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഒരു പാഷൻ ഉള്ളത്? നിങ്ങൾക്ക് എണീക്കാനുള്ള ഒരു പാഷൻ അല്ലെ എനർജി എന്താണ് അത് നേരത്തെ എണീക്കാനുള്ളത്? നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ. നിങ്ങൾ ചെറുതാക്കി പറയുന്നതല്ല, നിങ്ങൾക്ക് ആഗ്രഹം മാത്രമേ ഉള്ളൂ, നിങ്ങൾ ആക്ഷൻ എടുക്കാൻ റെഡിയല്ല. നേരത്തെ എണീക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾ റെഡിയല്ല. നാളെ എണീക്കാൻ പറ്റുമോ? നാളെ എണീക്കാൻ പറ്റുമോ ചോദിക്കണതിന്. നാളെ എണീക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഞാൻ എന്നും രാവിലെ എടുക്കുമ്പോൾ നേരത്തെ എണീക്കണം, അല്ലാതെ എടുക്കുന്നത് എന്തുകൊണ്ട് കഴിയില്ല? അത് നിങ്ങൾ മെന്റലി കഴിയില്ല, അല്ലെങ്കിൽ ഫിസിക്കലി കഴിയില്ല, അല്ലെങ്കിൽ മനസ്സ് വരെ എപ്പം വേണ്ടെന്ന് എന്താണ് സംഭവം? ഫിസിക്കലാണോന്ന് എനിക്ക് സംശയം. കാരണം ഫാൻ ഓഫായി
ഇപ്പൊ രാവിലെ ഒന്ന് തണുപ്പുണ്ടാവും. ഉം. അപ്പൊ ആ തണുപ്പുണ്ട്. ഈ ഫാൻ ഓഫ് ചെയ്ത് ഇപ്പൊ കറണ്ട് ഇല്ലാതെ ഫാൻ ഓഫ് ആയി കഴിക്കാൻ ചിലപ്പോൾ ഞാൻ നേരത്തെ എണീക്കാറുള്ളൂ. ഉം. അപ്പൊ ചിലപ്പോൾ ഞാൻ അപ്പോൾ ഫാൻ ഓഫ് ആണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ജീവിതം കംപ്ലീറ്റ് ഫാനിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളെ ഉറക്കം ഫാനിന്റെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഉറക്കം എഴുന്നേൽക്കുള്ളത്, ശരിയല്ലേ? ശരിയാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഫാൻ ഓഫ് ആണെങ്കിൽ നേരത്തെ എണീക്കും, ഫാൻ ഓൺ ആണെങ്കിൽ ശരിക്കും കിടന്ന് 7 മണി വരെ കിടക്കുന്നു പറഞ്ഞു നിങ്ങൾ, ശരിയല്ലേ? അപ്പോൾ ഫാൻ ഓഫ് ആക്കി നോക്കുക. ഫാൻ ഓഫ് ആക്കി നോക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു വഴി കണ്ടുപിടിക്കണം. വഴി എൻ്റെ അടുത്തില്ല, വഴി നിങ്ങളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങളെ മാർഗം എൻ്റെ മാർഗം വ്യത്യാസമുണ്ട്, ശരിയല്ലേ? അപ്പം നിങ്ങളും നോക്കണം. ചിലപ്പോൾ അലാം എനിക്കൊരു അലാം ഇന്ന് ഞാൻ എണീറ്റിട്ടുള്ള 3:45 തോന്നി ഞാൻ എണീറ്റുള്ളത്. ഇന്ന് ഞാൻ സാധാരണ 4 മണിക്ക് ഇപ്പം എണീക്കാറ്. ഞാൻ ആദ്യം 3:45 എണീക്കല്, പക്ഷേ ഞാൻ എൻ്റെ ടൈം ഇങ്ങനെ മാറും. ഇപ്പം 4 മണിക്കാണ് എണീക്കാറ്. പക്ഷേ ഇന്ന് ഞാൻ 3:45 എണീറ്റിട്ട് ഞാൻ എൻ്റെ മൊബൈൽ ഇതിൻ്റെ അലാം റിങ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ ഓഫ് ചെയ്ത്. അപ്പം എനിക്ക് ഒരു അലാം ഒരൊറ്റ പ്രാവശ്യം അടിച്ചാൽ മതി, ഞാൻ എണീക്കും. നിങ്ങളുടെ കാര്യത്തിൽ അത് എനിക്ക് തോന്നില്ല, വർക്കൗട്ട് ആവണില്ല എന്ന് തോന്നുന്നു അല്ലേ? അപ്പം അത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ ശരി, ഒരാഴ്ച ഞാൻ ചിലപ്പം സംഭവിക്കും, പിന്നെ അത് വീണ്ടും പഴയ പോലെ തന്നെ ആയിരിക്കും. അതിനർത്ഥം നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഇല്ല, നിങ്ങൾക്ക് പാഷൻ ഇല്ല എന്നുള്ള. നിങ്ങൾക്ക് പാഷൻ. എനിക്ക് രാവിലെ എണീക്കുന്ന വെച്ചാൽ ഇത്രയും എനർജി ഉള്ള, എനിക്ക് ഏറ്റവും കൂടുതൽ എനർജി രാവിലെ എണീക്കുമ്പോഴാണ്. രാവിലെ ഒരു 3:45 ഫുൾ എനർജി എനിക്ക്. വിനയിക്കാൻ എനിക്ക് രാവിലെ എന്താണ് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഫുൾ എനർജി എനിക്ക് ഉണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് രാവിലെ എണീക്കുന്ന ആഗ്രഹമുണ്ട്, പക്ഷേ എനർജി ഇല്ലാത്ത കാരണം വെച്ചാൽ നിങ്ങൾക്ക് ആ പാഷൻ ഇല്ല, അതിനോട് അത്ര ഒരു ലോയൽറ്റി നിങ്ങൾ കാണിക്കില്ല, കൂറ് കാണിക്കില്ല എന്നുള്ള, ശരിയല്ലേ? ശരിയാണ്. മാറ്റേണ്ടത്. എത്ര വയസ്സ്? എത്രയായി? 32. മാറ്റണ്ടേ? തീർച്ചയായിട്ടും മാറ്റണം. എല്ലാ വിഷയത്തിലും ഇങ്ങനെ തന്നെയാണ്. ഉറക്കത്തിൽ എണീക്കുന്ന കാര്യത്തിൽ അത് പറഞ്ഞ കാര്യമില്ല. നിങ്ങളെ ഭാര്യ നിങ്ങളെ സഹിക്കണമായിരിക്കുമല്ലോ അല്ലേ? പാവല്ലേ? ഭാര്യയല്ലേ ഇപ്പൊ കുട്ടികളാണ് പ്രശ്നം ഉണ്ടാവുക. കുട്ടികൾക്ക് ഒരു എക്സാമ്പിൾ ഇല്ലാതായി മാറും നിങ്ങൾ. ഞാൻ എവിടുന്ന് തുടങ്ങണം ഇവിടെ തുടങ്ങാം. നിങ്ങൾക്ക് തോന്നും അതല്ലെങ്കിൽ വേറെന്താ, നിങ്ങൾക്ക് വേറെന്താ മാറ്റം വരുത്താൻ പറ്റുക നിങ്ങൾക്ക്? വേറെ ഭക്ഷണം കഴിക്കണതിൽ ഒരു കൃത്യനിഷ്ഠത കൊണ്ടുവരിക. പിന്നെ പഠിക്കണ കാര്യത്തിലും നിങ്ങളൊരു അധ്യാപകനല്ലേ? അതെ, ഒരു അധ്യാപകന് അറിവും ഉണ്ടല്ലോ നിങ്ങൾക്ക് അല്ലേ? ടെക്നിക്കലായിട്ടുള്ള അറിവുകൾ. അത് മതി. ടെക്നിക്കൽ ആയിട്ടുള്ള അറിവാണ്. അത് എന്ത് ടെക്നിക്കൽ ആയാലും നോൺ ടെക്നിക്കൽ ആയാലും വേണ്ട, അറിവല്ലേ? ആ അറിവിൽ കറക്റ്റായിട്ട് ഡിസിപ്ലിൻ ഇല്ലേ? നിങ്ങൾ ടെക്നിക്കലായിട്ട് പറയുമ്പോൾ, നിങ്ങളിപ്പോൾ പോളിടെക്നിക് എന്ന് പറഞ്ഞു, അത് ചിലപ്പം XYZ എനിക്കറിയാത്ത ഒരുപാട് ഏരിയാസ് ഉണ്ടാവും. അവിടെയും ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണ്ടേ? അത് ഇലക്ട്രോണിക് ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, എന്തെങ്കിലും അവിടെയൊക്കെ ഡിസിപ്ലിൻ ഇല്ലേ? അവിടുത്തെ ഒരു ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെ ഏത് വയർ എവിടെ ഇടണം എന്നുള്ളത് അത് ഡിസിപ്ലിൻ അല്ലേ? ഇപ്പോൾ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇന്ന വയറായിരിക്കും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്ന സ്വിച്ച് ഓൺ ചെയ്യാൻ പാടില്ല, ഒക്കെ ടെക്നിക്കലായിട്ട് നോക്കി കഴിഞ്ഞാൽ അതൊക്കെ ഡിസിപ്ലിൻ അല്ലേ? അപ്പൊ അത് പഠിപ്പിക്കുന്ന ആളല്ലേ നിങ്ങൾ? മാറണ്ടേ? അപ്പം പറയാം എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. നാളെ മുതൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ തീരുമാനിക്കുക. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ അടുത്തൊന്നുമില്ല, ഞാൻ സീറോ. നാളെ മുതൽ നേരത്തെ കിടക്കാനും നേരത്തെ എണീക്കുകയും ചെയ്യും. ഉറപ്പല്ലേ? തീർച്ചയായിട്ടും. കാരണം അത് കണ്ടിട്ട് നിങ്ങൾ മക്കൾ എണീക്കല്, അത് കണ്ടിട്ട് നിങ്ങൾ മക്കൾ ഉറങ്ങിയിട്ടുണ്ടാവും. മക്കള് ഞാൻ വരുന്നതിന് മുമ്പേ ഉറങ്ങിയിട്ടുണ്ടാവും. നിങ്ങള് ആൺകുട്ടികളോ പെൺകുട്ടികളാ? ഒന്ന് മനസ്സിലാക്കുക. ഒരു 20, 22, 23 വയസ്സാകുമ്പോൾ കുട്ടികളെ കെട്ടിച്ചു പോവും, കല്യാണം കഴിച്ചു പോവും. ഇപ്പോഴത്തെ സമയം നിങ്ങൾ മക്കളോട് കളിക്കേണ്ട ഏറ്റവും നല്ല സമയം ഇപ്പോഴല്ലേ? അവർ ഉറങ്ങി കിടക്കുന്ന കുട്ടികളെ പോയിട്ടാണ് നോക്കല്. അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല നിങ്ങളൊപ്പം കളിക്കാനൊക്കെ? അതിന് സമയം കണ്ടെത്താറുണ്ട്. അതിന് സമയം അതേപോലെ തന്നെ ഇരിക്കണം. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. ഞാൻ കോളേജിൽ നിന്ന് വന്നിട്ട് കുട്ടികളായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ ഷോപ്പിലേക്ക് പോകുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു നിങ്ങൾ 2 സാധനം ഒരുമിച്ച് ചെയ്യുന്ന കാരണമാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ലേറ്റ് ആവുന്നത്. അതുകൊണ്ടായിരിക്കും. ഞാൻ പൊതുവിഷയങ്ങളുടെ ഇടയിൽ പറയാറുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ പഞ്ചായത്തിൽ മെമ്പറായി. അതൊക്കെ ഒഴിവാക്കാം. അപ്പൊ ഒരുപാട് വിഷയങ്ങൾ ഒരേ സമയം പല സംഘടനകളിലും അംഗമാണ്.
അങ്ങനെല്ലാം ഉണ്ട്. മോർണിംഗ് അതല്ല ഡിസിപ്ലിൻ ലൈഫ്. നിങ്ങളുടെ ഡിസിപ്ലിൻ ലൈഫ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാൻ പറ്റണം, അതിനെ ആദ്യം കൺട്രോൾ ചെയ്യാൻ പറ്റണം, എന്നിട്ട് ജീവിതത്തിൽ മുമ്പോട്ടുണ്ടാവും. അല്ലാതെ എല്ലാത്തിലും ഇടപെട്ടേണ്ട ഒരു അതിൽ പോകരുത് നിങ്ങൾ. മനസ്സിലാവുണ്ടോ? നിങ്ങളെല്ലാത്തിലും ഇപ്പം എനിക്ക് മനസ്സിലാവുണ്ട്. ഇപ്പം നിങ്ങൾ എല്ലാത്തിനും ഒന്നിലും മേലെ സാധനങ്ങൾ നിങ്ങൾ ഇടപെടേണ്ട. അപ്പം നിങ്ങൾ ഉറക്കം പോണ്ട്, നിങ്ങൾ ഭക്ഷണം പോണ്ട്. നാളെ നിങ്ങൾക്ക് വയ്യാതാവുമോ ഇവരൊക്കെ വരുമോ? നിങ്ങളെ മക്കളുണ്ടാവില്ലേ? ഈ കാലത്ത് മക്കളുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് ഇപ്പം ഏറ്റവും നിങ്ങൾക്ക് ഒന്ന് വിശ്വസിക്കാൻ പറ്റുന്ന നിങ്ങളെ വൈഫും നിങ്ങളെ മക്കളും അല്ലേ. ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരും ഈ പറഞ്ഞ പഞ്ചായത്തും ഈ പറഞ്ഞ പ്രശ്നങ്ങളും ഇടപെട്ടില്ല അവരാരും ഉണ്ടാവില്ല. അവരൊക്കെ അവരെ ജോലി നോക്കി പോകണ്ടാവും, നിങ്ങളെ പിടിച്ച് ആക്കിയിട്ടുണ്ടാവും. കാരണം നിങ്ങളെ ഇതിനൊക്കെ കിട്ടാം. Am I right? ശരിയല്ലേ? അപ്പോൾ നിങ്ങളെ ഹെൽത്ത് നോക്കുക. ഹെൽത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ എണീക്കുക. അപ്പോൾ നാളെ എന്ത് ചെയ്യും? വോയിസ് ക്ലിയർ ഇല്ല. നേരത്തെ കിടക്കും. ഉറപ്പല്ലേ? എത്ര മണിക്ക് ശേഷം നിങ്ങൾ എന്ത് തന്നെ സംഭവിച്ചാലും ആര് തന്നെ വിളിച്ചാലും പോവില്ല എന്നുള്ളൊരു ടൈം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെ ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാന്ന് പറയാം. എത്ര സമയത്തിന് ശേഷം ഇപ്പോൾ ആര് വിളിക്കുകയാണെങ്കിലും എല്ലാം നിങ്ങളെ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ആക്കാൻ ഏത് ടൈം ആയിരിക്കും? നിങ്ങൾ പറ. 10 മണി. 10 മണിക്ക് ഓഫാക്കി കഴിഞ്ഞാൽ 10 മണിക്ക് ശേഷം നിങ്ങൾ ആരെങ്കിലും വിളിച്ചാൽ പോകാറുണ്ടോ? അത്യാവശ്യം ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളല്ലാത്ത എല്ലാ കാര്യം നോന്ന് പറഞ്ഞൂടെ? എത്ര മണിക്കൊക്കെ എടുക്കില്ലേ? 11 മണിക്ക്. 11 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ എണീക്കോ? ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല. ആഗ്രഹം ഉണ്ടായിട്ട് ഒരുപാട് ആഗ്രഹം. എനിക്കൊരു പ്രധാനമന്ത്രി പ്രസിഡന്റ് ആവാനൊക്കെ ആഗ്രഹമുണ്ട്. അതിന്റെ കാര്യം നടക്കാൻ പോകില്ല. ആഗ്രഹങ്ങളെല്ലാം ചെയ്യാൻ റെഡിയാണോ ചോദിച്ചത്? ഉറപ്പല്ലേ? എങ്ങനെയൊക്കെ അത് റെഡി ആവണമെന്ന് ഏതാ സ്റ്റെപ്പ് എടുക്കുക? വേറെ നേരത്തെ എടുക്കുക? വേറെ എന്താ ചെയ്യുക നിങ്ങൾ? എനിക്കറിയില്ല കേട്ടോ. കാരണം എൻ്റെ സ്റ്റെപ്പല്ല നിങ്ങളുടെ സ്റ്റെപ്പ് അല്ല എൻ്റെ സ്റ്റെപ്പ്. വേറെ എന്താ നിങ്ങൾ ചെയ്യാം? സൗണ്ട് ക്ലിയർ ഇല്ല. ഭാര്യ ഒരു 5 മണിയാകുമ്പോഴത്തേനും എണീക്കും. ഭാര്യ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ എണീക്കാറ്? ഭാര്യ വിളിക്കലുണ്ടോ? ഫസ്റ്റിലെ ചോദ്യം. പക്ഷെ വിളിച്ചാൽ ഞാൻ ഇങ്ങനെ എണീക്കാന്ന് പറഞ്ഞാൽ ഭാര്യ അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് പറഞ്ഞ കാര്യമില്ല. ഭാര്യനെ നിങ്ങളെ വിളിക്കാൻ പറയാ. ഫാൻ ഓഫ് ആക്കാൻ പറഞ്ഞൂടെ? അത് ഫാൻ ഓഫ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ എണീക്കോ? അങ്ങനത്തെ സ്വഭാവം ഉണ്ടോ നിങ്ങൾക്ക്? ഫാൻ ഓഫ് ആക്കി കഴിഞ്ഞാൽ എണീക്കണേ? അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. എണീക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അത് പറയാൻ പറ്റുമോ വൈഫിനോട്? അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എണീക്കാനുള്ള ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പറയാറുണ്ട്. പക്ഷെ കുട്ടികൾ ഉണരുന്നുള്ള നിലക്ക് ഫാൻ ഓഫ് ചെയ്യാതിരുന്നു. അപ്പൊ ചെറിയ ടേബിൾ ഫാൻ കൊടുക്കുന്ന വെച്ചാൽ ആ പ്രശ്നം തീരുമല്ലോ, കുട്ടികൾക്ക് മാത്രമേ. അപ്പൊ നിങ്ങളെ എല്ലാത്തിനും നിങ്ങൾ പോകുമ്പോഴും കണ്ടെത്തിക്കണ്. കൂടുതൽ ഉറങ്ങാനുള്ള പോകുമ്പോഴും എല്ലാം കണ്ടെത്തിക്കണം നിങ്ങൾ അല്ലേ? അപ്പൊ നിങ്ങൾ പറയാം കുട്ടികൾക്ക് വേണ്ടി വേറെ ഫാൻ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളെ ഫാൻ ഓഫ് ആക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ ഫാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ ഉണരുമെന്ന് ഭാര്യ പരാതി പറയും. ഓക്കെ. അപ്പൊ കുട്ടികൾക്ക് സമയത്ത് അവർക്ക് മാത്രമായിട്ട് ടേബിൾ ഫാൻ വെച്ചാണ്ട് സീലിംഗ് ഫാൻ ഓഫ് ചെയ്താൽ മതി. ഓക്കെ, ഗുഡ്. ടേബിൾ ഫാൻ ഉണ്ട് ഇപ്പോൾ അവിടെ? ടേബിൾ ഫാൻ എന്റെ ഷോപ്പിലുണ്ട്. ഓക്കെ, അത് കൊണ്ടു വെച്ചിട്ട് കുട്ടികളെ ഉണർത്തണ്ട. കുട്ടികൾ കിടന്നുറങ്ങിക്കോട്ടെ, നിങ്ങളെ ഉണരാൻ പറ്റില്ല. അത് ചെയ്യോ നിങ്ങൾ? ടേബിൾ ഫാൻ കടയിലില്ല, ഇന്ന് കൊണ്ടുവരാൻ പറ്റുമോ? ഉറപ്പല്ലേ? ഉറപ്പാണ്. ഈ ഒരു മാറ്റം വരികയാണെങ്കിൽ നിങ്ങൾ സന്തോഷമായിരിക്കുമോ? തീർച്ചയായിട്ടും. 0 to 10 എത്ര സന്തോഷമായിരിക്കും? 10%. ഇത് മാത്രം ഫോക്കസ് ചെയ്യാം, വേറെ ഒന്നും വേണ്ട. നിങ്ങളെ വൈഫിനോട് പറയേണ്ട 2-3 കാര്യമുണ്ട്. ഫാൻ ഓഫ് ചെയ്യുക, എന്നെ വിളിക്കുക, കുട്ടികളുടെ ഫാൻ ഓൺ ചെയ്ത് കൊടുക്കുക. അത് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റും. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് എ ലോട്ട്.